വിച്ച് ഡോക്ടേഴ്സ്. വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ആൻഫീബിയം, റെപ്റ്റീലിയം, ഏവ്സും, മെമ്മേലിയം. ഇനി ക്ലാസ് ആൻഫീബിയ. നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ആൻഫീബിയ എന്ന് പറയുന്നത്. അതായത് ആൻഫി എന്ന് പറയുന്നത് ഡ്യുവൽ, ബയോസ് മീൻസ് ലൈഫ്. ആൻഫി മീൻസ് ഡ്യുവൽ, ബയോ എന്ന് പറയുന്നത് ലൈഫ്. അതായത് ഡ്യുവൽ ലൈഫ് രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. കരയിലും വെള്ളത്തിലും ഒരുപോലെ കാണാൻ പറ്റുന്ന ജീവികളാണ് തവള എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെ, ഇവർ രണ്ടുപേരും ടെറസ്ട്രിയലായിട്ടും അക്വാട്ടിക് ആയിട്ടും നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഇപ്പോൾ ഡ്യുവൽ ലൈഫാണ് ഇവർക്ക്, ആൻഫീബിയ. അതാണ് ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദെം ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, അക്വാട്ടിക്കിലും ടെറസ്ട്രിയലും ഒരുപോലെ ഇവർക്ക് ജീവിക്കാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs ഓഫ് ലിംസ്. എല്ലാവർക്കും 2 pairs ഓഫ് ലിംസ് ആണ് ഉള്ളത്, കൈകാലുകൾ 2 പെയർ. ബോഡി ഈസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. അവരുടെ ബോഡീനെ ഹെഡ് എന്നും ട്രങ്ക് എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്, ഹെഡും ട്രങ്കും. അതെ, ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. ചിലരിൽ ടെയിൽ ഉണ്ടാവും, വാലുണ്ടാവും, ചിലരിൽ ഉണ്ടാവത്തില്ല. സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അതായത് ഇവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല മോയിസ്റ്റ് ആണ്, അതായത് സ്കെയിൽസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നല്ല മോയിസ്റ്റ് ആയിട്ടാണ് ഇവരുടെ സ്കിൻ ഇരിക്കുന്നത്. ഇനി ടിംപാനം റെപ്രസെന്റ് ദ ഇയർ. ടിംപാനം ആണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഐസ് ഹാവ് ഐലിഡ്സ്. കൺപോളകൾ ഇവരിൽ കാണാനായിട്ട് പറ്റും. ഐസ് ഹാവ് ഐലിഡ്സ്. ടിംപാനം റെപ്രസെന്റ് ദ ഇയർ. Then alimentary canal, urinary bladder and reproductive tracts opens into the common chamber called cloaca, which opens into the exterior. അതായത് ഇവർക്കുള്ളൊരു പ്രത്യേകതയാണ്. അതായത് അലിമെൻ്ററി കനാൽ, ഫുഡ് കൊണ്ടുവരുന്ന അലിമെൻ്ററി കനാലും അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റും റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റും എല്ലാം കൂടെ ഒരൊറ്റ കോമൺ ചേമ്പറിലേക്ക് ഓപ്പൺ ചെയ്യും. അതായത് ഇതാണ് ഒരു ചേമ്പറെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും, എല്ലാം ഒരേ സ്ഥലത്ത് വന്ന് ചേരും. എന്നിട്ട് ഇത് വഴിയിട്ടാണ് എല്ലാം കോമൺ ആയിട്ടൊരു സ്ഥലത്തൂടെ പുറത്തേക്ക് പോകുന്നത്. അതാണ് ഇവരുടെ പ്രത്യേകത. എലിമെൻ്ററി കനാലും യൂറിനറിയും റിപ്രൊഡക്റ്റീവ് ട്രാക്ട്സും ഒരു കോമൺ ചേമ്പറിലേക്ക്, ആ കോമൺ ചേമ്പറിൻ്റെ പേരാണ് ക്ലോയേക്ക. അത് എക്സ്റ്റീരിയറോട്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് ഇവർക്ക് നടക്കുന്നത്. ഇനി റെസ്പിറേഷൻ ഗിൽസ് വഴിയാണ്. ഗിൽസ് വഴി ലങ്സ് വഴി സ്കിന്ന് വഴിയും റെസ്പിറേഷൻ നടക്കും. അപ്പോൾ ഗിൽസ് വഴി നടക്കും, ലങ്സ് വഴി നടക്കും, സ്കിന്ന് വഴി നടക്കും. ഹേർട്ട് എന്ന് പറയുന്ന 3 ചേമ്പർ, 3 അറകളാണ് ഇവരുടെ ഹേർട്ടിനുള്ളത്. അതായത് 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും എന്നാണ്. 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. കോൾഡ് ബ്ലഡഡ് ആണ്. അതായത് ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കോൾഡ് ബ്ലഡറിനെ പറയുന്ന പേരാണ് പൊയ്ക്കിലോതെർമസ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. അതുപോലെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? സെക്സ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിട്ടാണ്. അതായത് ഇവരുടെ പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സ്പേമോ ഓമോ കൂടെ പുറത്ത് മീഡിയത്തിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്. നമുക്കറിയാം, വാൽമാക്രികളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലാർവയാണ് ഉള്ളത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഒന്നുകൂടി പറയാം, ആൻഫീബിയ എന്ന് പറഞ്ഞ പേരിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡുവൽ ലൈഫ് എന്നാണ്. അതായത് അവർക്ക് 2 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അക്വാട്ടിക്കിലും ടെറസ്ട്രിയലും. അതുപോലെ ഇവർക്ക് 2 pairs ഓഫ് ലിംസ് ഉണ്ട്. ഇനി ഇവരുടെ ബോഡി ഹെഡ് എന്നും ട്രങ്ക് എന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ടെയില് ചിലരിൽ ഉണ്ടാവും. സ്കിൻ എന്ന് പറയുന്ന മോയിസ്റ്റ് ആണ്, അതായത് സ്കെയിൽസ് ഒന്നും തന്നെ ഇല്ല. ഐസിന് ഐലിഡ്സ് ഉണ്ട്. ടിംപാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എലിമെന്ററി കനാൽ, യൂറിനറി, റിപ്രൊഡക്റ്റീവ് ട്രാക്ട്സ് ഒക്കെ കൂടി ഒരു കോമൺ ചേമ്പറിലേക്ക് ഓപ്പൺ ചെയ്യും. അതിൻ്റെ പേരാണ് ക്ലോയേക്ക. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിൽസ് വഴി നടക്കും, ലങ്സ് വഴി നടക്കും, സ്കിന്ന് വഴി നടക്കും. ഇനി ഹേർട്ട് എന്ന് പറഞ്ഞാൽ 3 ചേമ്പറാണ്. 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. കോൾഡ് ബ്ലഡഡ് ആണ്, സെക്സ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ്: ബഫോ അല്ലെങ്കിൽ ടോഡ്, റാണ അല്ലെങ്കിൽ ഫ്രോഗ്, ഹൈല അല്ലെങ്കിൽ ടീ ട്രോഗ്, അതായത് മരം തവള എന്നൊക്കെ പറയുന്ന പോലെ, സലമാൻഡർ അല്ലെങ്കിൽ സലമാൻഡർ, എക്തിയോപ്പസ്, ലിംലെസ്, ആൻഫീബിയ. ഇത്രയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ മീൻസ് നമുക്കറിയാം ഇഴജന്തുക്കളെ കുറിച്ചിട്ടുള്ള ഇഴജന്തുക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ റെപ്റ്റീലിയ എന്ന് പറഞ്ഞ വേർഡ് കാണിക്കുന്നത് തന്നെ ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനെയാണ്. അതായത് റിപ്റ്റം എന്ന് പറയുന്നത് ടു ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഈ റെപ്റ്റീലിയൻ്റെ മീനിങ് തന്നെ
ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ്. അതായത് എഴഞ്ഞു പോകുന്നവരെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. ടെറസ്ട്രിയൽ ആനിമൽസ് ആണ് ഇവർ. ഇവരുടെ ബോഡി ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡ്രൈയും കോണിഫൈഡ് ആയിട്ടുള്ള സ്കിൻ കൊണ്ടാണ് ഇവരുടെ ബോഡി കവർ ചെയ്തിരിക്കുന്നത്. എപ്പിഡെർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ സ്കിന്നിനെ കവർ ചെയ്തുകൊണ്ട് ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ അല്ലെങ്കിൽ എപ്പിഡെർമൽ അല്ലെങ്കിൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് ഒക്കെ ഇവർക്കുണ്ട്. നല്ല ഡ്രൈ സ്കിന്നാണ് ഇവരുടെ. ഡു നോട്ട് ഹാവ് എൻ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ്. ഇവർക്ക് പുറത്ത് നിന്നുള്ള എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇവർക്ക് ഇല്ല. ഡു നോട്ട് ഹാവ് എൻ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ്. ടിംബാനമാണ് ഇവരിലും എയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടിംബാനം റെപ്രസെൻറ്റ്സ് ദ ഇയർ. ലിംസ് വെൻ പ്രസൻറ്റ് ആർ 2 pairs. കൈകാലുകൾ ഉണ്ടെങ്കിൽ അത് 2 pairs ആയിരിക്കും. എല്ലാവരിലും അങ്ങനെ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ അത് 2 pairs ആയിരിക്കും. ഹേർട്ട് 3 ചേമ്പേർഡ് തന്നെയാണ്. ഇവരും പൊയ്ക്കിലോതേമസ് ആണ്. അതായത് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഹേർട്ട് 3 ചേമ്പേർഡാന്ന് പറഞ്ഞതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ക്രോക്കഡൈൽ. ക്രോക്കഡൈലിന് 4 ചേമ്പേർഡ് ഹേർട്ടാണ്. അതാണ് ഇവിടെ ഉള്ളൊരു എക്സെപ്ഷൻ. ക്രോക്കഡൈൽ ഒരു റെപ്റ്റീലിയാണ്, പക്ഷെ അതിന് 4 ചേമ്പേർഡ് ഹേർട്ടാണ്. ബാക്കി എല്ലാ റെപ്റ്റീൽസിനും 3 ചേമ്പേർഡ് ഹേർട്ടാണ് ഉള്ളത്. ഇനി പൊയ്ക്കിലോതേമസ് ആണ്. ദെൻ സ്നേക്സും ലിസാർഡ്സ് ഒക്കെ അവരുടെ സ്കിന്ന് ഷെഡ് ചെയ്യും. അതായത് ഈ പടം പൊഴിക്കുക എന്നൊക്കെ പറയില്ല. അതായത് അവരുടെ തൊലി മൊത്തം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്, അതാണ് സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. സ്നേക്കിനും ലിസാർഡ്സിനും സ്കിന്ന് ഷെഡ് ചെയ്യും, അതാണ് സ്കിൻ കാസ്റ്റ്. ദെൻ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇൻറ്റേർണൽ ആയിട്ടാണ് നടക്കുന്നത്. ഓവിപാരസ് ആണ്, അതായത് എഗ് ലേയിങ് ആണ് ഇവർ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ കിലോൺ, ടർട്ടിൽ, ദെൻ ടെസ്റ്റുഡോ, ടോർട്ടോയിസ്, ക്യാമിലോൺ, ട്രീ ലിസാർഡ്, കാലോട്ടിസ്, ഗാർഡൻ ലിസാർഡ്, ക്രോക്കോഡിലസ് ക്രോക്കഡൈൽ, അലിഗേറ്റർ, ഹെമിഡാക്റ്റിൽസ്, വാൾ ലിസാർഡ്, പിന്നെ പോയിസണസ് സ്നേക്സ് ആയിട്ട് നജ, കോബ്ര, ബംഗാറ, സ്ട്രേറ്റ്, വെപ്പറ, വൈപ്പർ. ഇത്രയാണ് ഇപ്പോൾ ക്ലാസ് റെപ്റ്റീൽ. അതായത് റെപ്റ്റീൽ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നത് തന്നെ ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനെയാണ്. ടെറസ്ട്രിയൽ ആനിമൽസ് ആണ് ഇവർ. ബോഡീനെ കവർ ചെയ്തുകൊണ്ട് ഡ്രൈ അല്ലെങ്കിൽ കോണിഫൈഡ് സ്കിന്നുണ്ട്. എപ്പിഡെർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് ഉണ്ട്. ഡു നോട്ട് ഹാവ്, അവർക്ക് ഒരു എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല. പിന്നെ ഇവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡാണ്. ക്രോക്കഡൈൽസിന് മാത്രം അത് 4 ചേമ്പേർഡാണ്. പൊയ്ക്കിലോതേമസ് ആണിത്. സ്നേക്സും ലിസാർഡ്സും അവരുടെ സ്കിന്ന് ഷെഡ് ചെയ്യും. അതിനെയാണ് സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. സെക്സ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. ഓവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ക്ലാസ് റെപ്റ്റീലിയനെ കുറിച്ചിട്ട് പറയാനായിട്ട്. അടുത്തയാണ് ക്ലാസ് ഏവ്സ്. അത് നമുക്ക് ബേർഡ്സ് ഒക്കെയാണ് ഈ ക്ലാസ് ഏവ്സിൽ വരുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആണ്. അതായത് ചിറകുകൾ ഉള്ളതാണ്. അവരുടെ ഈ ഒരു ക്ലാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആണ്. അതുപോലെ മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അതായത് ചിലർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പറക്കാൻ പറ്റും. പറക്കാൻ പറ്റാത്ത ഓസ്ട്രിച്ചിനൊന്നും പറക്കാൻ പറ്റില്ലല്ലോ. അവരൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പറക്കാനായിട്ട് പറ്റും. ഇനി ദേ പോസസ് ബീക്ക്. അവർക്ക് ഇങ്ങനെ ഒരു ബീക്ക് പോലെ ഉണ്ട്, കണ്ടിട്ടില്ലേ? ഈ കിളികൾക്കൊക്കെ ഇങ്ങനെ ബീക്ക് പോലെയുള്ളത് ബീക്ക് ഉണ്ട്. അതുപോലെ 4 ലിംസ് ആണ് മോഡിഫൈ ചെയ്ത് വിങ്സ് ആയി മാറിയിരിക്കുന്നത്. അവരുടെ ഫ്രണ്ടിലുള്ള ലിംസ് ആണ് മോഡിഫൈ ചെയ്തിട്ട് അത് വിങ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. ദെൻ ഹിൻഡ് ലിംസ് എന്ന് പറയുന്നത് അത് സ്കെയിൽസ് ആൻഡ് മോഡിഫൈഡ് ഫോർ ഹിൻഡ് ലിംസ് ഉണ്ട്. അതിൽ സ്കെയിൽസ് ഉണ്ട്. അത് വാക്കിങ്ങിനും സ്വിമ്മിങ്ങിനും ക്ലാസ്പിങ്ങിനും ആയിട്ടാണ് നമ്മുടെ ഏസിൽ കാണുന്നത്. ഇനി സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ്. എക്സെപ്റ്റ് സ്കിൻ ആൻഡ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് ഒന്നും തന്നെ ഇല്ലാണ്ട് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ്. എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ടെയിലിൻ്റെ ബേസിലായിട്ട് കാണുന്ന ഓയിൽ ഗ്ലാൻഡ് ഒഴിച്ച് ബാക്കി അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ്. ദെൻ ബോണി എൻഡോസ്കെൽറ്റൻ ആണ് ഇവർക്ക്. ലോങ് ബോൺസ് ആണ്, അതായത് ഹോളോ വിത്ത് എയർ. അതായത് ഇവരുടെ ബോൺസ് എന്ന് പറയുന്നത് ലോങ് ആണ് വിത്ത് ഹോളോ അതിനകത്തൊക്കെ എയർ ഫില്ല് ചെയ്തിരിക്കും. അതിനെയാണ് എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ക്യാവിറ്റീസ് നമ്മൾ വിളിക്കും. ലോങ് ബോൺസ്, ഹോളോ വിത്ത് എയർ, അങ്ങനെയുള്ളതിന് നമുക്ക് ന്യൂമാറ്റിക് ബോൺസ് എന്ന് വിളിക്കാം. ഇനി ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് അവർക്ക് അഡീഷണൽ ചേമ്പേഴ്സ് ഉണ്ട്. അതായത് ക്രോപ്പും ഗിസാർഡും എന്ന് പറയുന്ന അഡീഷണൽ ചേമ്പേഴ്സ് ഇവർക്കുണ്ട്. ഹേർട്ട് 4 ചേമ്പേർഡ് ആണ്. ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ടേമാണ്. അതായത് ഹോട്ട് ബ്ലഡഡ് ആനിമൽസ്. അതായത് ഇവർക്ക് ഇവരുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് പൊയ്ക്കിലോതെർമസ്. റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ഹോമിയോതെർമസ്. റെസ്പിറേഷൻ ലങ്സ് വഴി നടക്കുന്നത്. എയർ സാക്സ് ലങ്സ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അത് ഇവർക്ക് ഓക്സിജൻ സപ്ലിമെൻറ്റ് ചെയ്യും.
ഓക്കെ. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഫെദേഴ്സാണ്. അപ്പോൾ ഇവർക്ക് പറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവരുടെ ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ട് ഇവരുടെ ബോഡിയിൽ വന്ന അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കപ്പം എപ്പോഴും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതായത് ഇവരുടെ ഫെദേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ 4 ലിംഫ് ബോഡിഫൈ ചെയ്ത വിങ്സ് ആയിട്ടുണ്ട്, ഹിൽ ലിംസ്, സ്കെയിൽസ് അടങ്ങിയിട്ടുള്ള, അതായത് അവർക്ക് വാക്കിങ്ങിനൊക്കെ സഹായിക്കാൻ ഹിൽ ലിംസ് മോഡിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഓയിൽ ഗ്ലാൻസ് ഉണ്ട്, ബാക്കി ഫുൾ സ്കിന്ന് ഡ്രൈ ആണ്. അതുപോലെ ബോണി എൻഡോസ്കെൽറ്റൻ ആണ്. പിന്നെ ഇവർക്ക് ലോങ് ബോൺസ് ഉണ്ട്, അത് ഹോളോ ആണ്, അതിനാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് അഡീഷണൽ ആയിട്ട് 2 ചേമ്പർ കൂടെ ഉണ്ട്, ക്രോപ്പും ഗിസാർഡും. ഹേർട്ട് 4 ചേമ്പേർഡാണ്. ഇനി എയർ സാക്സ് ലങ്സ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ട്? ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്, ഓവിപാരസ് ആണ്, അതായത് മുട്ടയിടുന്നവരാണ് ഇവർ. ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവർക്ക്, ഇൻഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവർക്ക്. അപ്പോൾ ഇവരുടെ എക്സാമ്പിൾ കെറോക്കസ്, അതായത് ക്രോ, കാക്ക, കൊളംപ അല്ലെങ്കിൽ പീജിയൻ, ദെൻ പാരറ്റ്, ഓസ്ട്രിക്, പാവോ അല്ലെങ്കിൽ പീകോക്ക്, പെൻഗ്വിൻ, ദെൻ നിയോഫ്രാള അല്ലെങ്കിൽ വൾച്ചർ. അപ്പോൾ ഇത്രയാണ് ഇവരുടെ എക്സാമ്പിൾസ്. കാരസ്, ക്രോ, കൊളംബ, പീജിയൻ, വെസ്റ്റിയാല, പാരറ്റ്, ടുക്കിറ്റ്സ്, ഓസ്ട്രിക്, പാവോ, പീകോക്ക്, പെൻഗ്വിൻ ആൻഡ് വൾച്ചർ. ബേർഡ്സ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് NCERT തന്നേക്കുന്ന എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സാണ് നമ്മുടെ മെമ്മേലിയ എന്ന് പറയുന്നത്. മെമ്മേലിയ നമുക്കറിയാം, നമ്മളൊക്കെ ആ ക്ലാസ്സിൽ വരുന്ന ആണ് മെമ്മേലിയൻസ്. ദെൻ ഫൗണ്ട് ഇൻ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്. ഇവർ ഒരുപാട് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് മെമ്മേലിയനെ കാണാൻ പറ്റും. അതായത് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവർ പോളർ ഐസ് ക്യാപ്സിൽ കാണാം, ഡെസേർട്ടിൽ കാണാം, മൗണ്ടെയിനിൽ കാണാം, ഫോറസ്റ്റിൽ കാണാം, ഗ്രാസ് ലാൻഡിൽ കാണാം, ഡാർക്ക് കേവ്സിൽ വരെ കാണാം. അതുപോലെ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് മാമൽസിനെ കാണാൻ പറ്റും. ചിലർ ഫ്ലൈ അതായത് പറക്കാനായിട്ട് അഡാപ്റ്റേഷൻ ഉള്ളവർ, ചിലർക്ക് വാട്ടറിൽ ലീവ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ ഉള്ളവരാണ്. യൂണീക്ക് ഫീച്ചർ ഓഫ് മാമൽസ് എന്ന് പറയുന്നത് അതാണ് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ മാമൽസ് എന്ന് പേര് വരാൻ തന്നെ കാരണം അവർക്ക് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ആയ മാമറി ഗ്ലാൻസ് ഉള്ളതുകൊണ്ടാണ്. ഈ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് വഴി, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് വഴി ഇവർക്ക് യങ് വൺസിനെ നറിഷ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇവർക്ക് മാത്രമുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് മമ്മേലിയുടെ. അതുകൊണ്ടാണ് അവർ നമുക്ക് മാമൽസ് എന്ന് വിളിക്കുന്നത്. 2 pairs ഓഫ് ലിംസ് ഉണ്ട്, അത് വാക്കിങ്ങിന്, റണ്ണിങ്ങിന്, ക്ലൈംബിങ്ങിന്, റോവിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിട്ട് അവർക്ക് 2 pairs ഓഫ് ലിംസ് ഉണ്ട്. അതുപോലെ സ്കിൻ ഓഫ് മാമൽസ്, അവർക്ക് ഹെയർ കാണാം, അത് അവരുടെ സ്കിന്നിലുള്ള പ്രത്യേകതയാണ്. അവർക്ക് മാത്രമാണ് സ്കിന്നിൽ ഹെയർസ് ഉള്ളത്, അത് മാമൽസിന് മാത്രം. എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്നെ ഇവർക്കുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ഉണ്ട്, അത് നമുക്ക് ജോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് കാണാൻ പറ്റും. ഇൻസിസസ്, കനാസ്, പ്രിമോളസ്, മോളസ് എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആണ് ഇവരുടെ ജോയിൽ കാണാൻ പറ്റും. ഹേർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ആണ്. റെസ്പിറേഷൻ നടക്കുന്നത് ലങ്സ് വഴിയാണ്. സെക്സസ് സെപ്പറേറ്റ് ആണ് ഇവർക്ക്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. വിവിപാരസ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻ. വിവിപാരസ് എന്ന് പറയുന്ന ഇപ്പോൾ ഇവർ ഗിവിങ് ബർത്ത് ആണ്. അതുപോലെ തന്നെ അതിനുശേഷം പാലൂട്ടി വളർത്തുന്നവരാണ് നമ്മുടെ മാമേലിയൻസ് എന്ന് പറയുന്നത്. ചില എക്സെപ്ഷൻ, അതായത് ഈ പ്ലാറ്റിപ്പസ് എന്നൊക്കെ പറയുന്ന മാമൽസ് ആണ്, പക്ഷേ അവർ ഓവിപാരസ് ആണ്. അങ്ങനെ കുറച്ച് എക്സെപ്ഷൻ മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും വിവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവർ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് നമുക്ക് ഇവർ കാണാൻ പറ്റും. ഇവർക്ക് ചിലർ ഫ്ലൈയിങ്ങിന് വേണ്ടി അഡാപ്റ്റഡ് ആണ്, ചിലർ വാട്ടറിൽ ജീവിക്കാൻ അഡാപ്റ്റഡ് ആണ്. ദെൻ പ്രസൻസ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ആണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. 2 pairs ഓഫ് ലിംസ് ഉണ്ട്, അത് അവർക്ക് ക്ലൈംബിങ്ങിന്, റണ്ണിങ്ങിന്, സ്വിമ്മിങ്ങിന്, ഫ്ലൈയിങ്ങിനും ഒക്കെ സഹായിക്കും. സ്കിൻ ഓഫ് മാമൽസിന് ഹെയർ, അതായത് മാമൽസിൻ്റെ സ്കിന്നിൽ ഹെയർ ഉണ്ട്, അത് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി എക്സ്റ്റേണൽ ഇയർ എങ്കിൽ പിന്നെ കാണാം ഇവരിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ജോയിൽ അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റും. ഹേർട്ട് 4 ചേമ്പേർഡ്. റെസ്പിറേഷൻ നടക്കുന്നത് ലങ്സിൽ കൂടെയാണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്. വിവിപാരസ് ഫ്യൂ എക്സെപ്ഷൻ, പ്ലാറ്റിപ്പസ് ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം വിവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, അതായത് ലാർവ സ്റ്റേജ് ഇല്ല. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഓവിപാരസ് ആയിട്ട് ഓർണിത്തോറൈക്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് മാത്രമാണ് ഇവിടെ ഓവിപാരസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെമ്മേലിയയിൽ. വിവിപാരസ് ആയിട്ട് മാക്രോപ്പസ്, അതായത് കങ്കാരു, തിറോപ്പസ്, അതായത് ഫ്ലൈയിങ് ഫോക്സ്, ക്യാമലസ്, ക്യാമൽ, മക്കാക്ക, മങ്കി, റാറ്റസ്, റാറ്റ്, ക്യാനസ്, ഡോഗ്, ഫെലിസ്, ക്യാറ്റ്, എലിഫസ്, എലിഫന്റ്, ഇക്വസ്, ഹോഴ്സ്, ഡെലിഫിനസ്, കോമൺ ഡോൾഫിൻ, ബെലിനോപ്റ്ററ, ബ്ലൂ വെയിൽ, പാന്തറ, ടൈഗ്രസ്, ടൈഗർ, പാന്തറ ലിയോ, ലയൺ.
ഇതൊക്കെ നമ്മുടെ എൻസാറ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് മാമൽസ് ആയിട്ടുള്ളത്. ഇതിൽ ഓവിപാരസ് ആയിട്ട് ഇത് ഓർണിത്രോറൈക്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മേലിയ. അപ്പോൾ ഇതോടുകൂടി ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു.